ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കറിയുടെ റെസിപ്പിയാണ്. വെള്ളക്കടല കറി, അതായത് ചന മസാല കറി എന്നൊക്കെ പറയും. അപ്പോൾ അതാ ഒരു കുക്കർ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ. ഞാൻ ഇപ്പോൾ ഇവിടെ കടലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയില്ലേ, അത് നല്ലവണ്ണം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വാടി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ലവണ്ണം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഒരു അര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നത്. ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ പച്ചമണം ഒന്നും പോയി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരു ചെറിയൊരു മീഡിയം സൈസുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി നല്ലവണ്ണം വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇടുമ്പോൾ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം കൊണ്ട് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് ഒരു അര സ്പൂണ് മുളക് പൊടി കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിടാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഗരം മസാല, ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാല ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച വെള്ളക്കടല ഉണ്ട്, അത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളക്കടല ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറിക്ക് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ്, അതായത് കടലയിലൊക്കെ ഒന്നൊരു മസാല പിടിക്കുന്ന രൂപത്തിലാവും. കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കടലക്ക് നല്ല വേവുണ്ടെങ്കിൽ ഒരുപാട് നേരം വെക്കേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ പാകത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മളെ കടലോടെ വെന്ത് കിട്ടുന്നതാണ്. ഈ നേരം കറിയിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ച് 2-3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കറി ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വറവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് ഇടാം. പക്ഷേ ഞാൻ ഇവിടെ വറവൊന്നും ഇടുന്നില്ല. നമ്മൾ ഉള്ളി നല്ലവണ്ണം വാട്ടിയാണല്ലോ എടുത്തത് വെളിച്ചെണ്ണയിൽ, അതുകൊണ്ട് ഇനി വറവ് ഇടേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് മല്ലിച്ചപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 രീതിയിൽ കറി ഉണ്ടാക്കാം. ഒന്ന് എല്ലാ മസാലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് കുക്കറിൽ 2-3 വിസിൽ വരുത്തിയതിന് ശേഷം ലാസ്റ്റ് കടുക് ഇട്ടാണ്ട് വറവ് ഇട്ടെടുക്കാം. അങ്ങനെ ഉണ്ടാക്കാം, ഈ രീതിയിലും ഉണ്ടാക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒറ്റ പാത്രത്തിൽ നിന്ന് തന്നെ കഴിയുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, അതുപോലെ തന്നെ രാത്രി ചപ്പാത്തിക്ക് കൂടെയൊക്കെ ഈ കറി നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.